ആർക്കും വിശ്വസിക്കാനാവാത്ത മാറ്റമാണിത്. BJP സർക്കാരിന്റെയും നയങ്ങളുടെയും വലതുപക്ഷത്തിന്റെയും ഏറ്റവും വലിയ വക്താവായിരുന്ന അർണബ് രഞ്ജൻ ഗോസ്വാമി കേന്ദ്ര സർക്കാരിനെ പരസ്യമായി തൊലിയൊരുക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഏതാനും ആഴ്ചകളായി നരേന്ദ്രമോദി സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുന്ന വിഷയങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ചർച്ചയ്ക്ക് എടുക്കുന്നുണ്ട് അദ്ദേഹം. തിങ്കളാഴ്ച രാത്രി അദ്ദേഹം നടത്തിയ 3 ഡിബേറ്റുകളുടെയും വിഷയങ്ങൾ BJPയെ വിഷമിപ്പിക്കുന്നതായിരുന്നു. ആരവല്ലി മലനിരകളെ തകർക്കാനുള്ള നീക്കം, അഗസ്റ്റ വെസ്റ്റ്ലൻഡ് കോഴക്കേസിലെ പ്രതി ക്രിസ്റ്റ്യൻ മിഷേലിന് ജാമ്യം കിട്ടിയതിന് വഴിവെച്ച സാഹചര്യം, തുർക്കി യാത്രാവിമാനങ്ങൾക്ക് ഇന്ത്യയിൽ ഓപ്പറേഷൻ തുടരാൻ അനുമതി കൊടുത്തതിലെ ദേശവിരുദ്ധത, പിന്നാലെ വന്ന മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായിയുമായുള്ള തത്സമയ അഭിമുഖവും ആരും മറന്നു കാണില്ല. അഭിമുഖം എന്നതിനേക്കാൾ ചോദ്യം ചെയ്യലെന്ന് തോന്നിപ്പിച്ച സംവാദം. വർഷങ്ങളായി അദ്ദേഹത്തെ പിന്തുടരുന്ന ലക്ഷക്കണക്കായ പ്രേക്ഷകരും നിരീക്ഷകരും ചോദിക്കുകയാണ്, അർണബിന് എന്തുപറ്റി? കഴിഞ്ഞ ജൂണിൽ എയർ ഇന്ത്യയുടെ ഒരു വിമാനം അഹമ്മദാബാദിലെ ജനവാസ മേഖലയിൽ 230 യാത്രക്കാരുമായി തകർന്നു വീണു. രക്ഷപ്പെട്ടത് അവരിൽ ഒരാൾ മാത്രം. മരിച്ചവരിൽ മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി വിജയ് റുപാനിയും ഉണ്ടായിരുന്നു. ഒരുപക്ഷെ അവിടെയാവണം പതിവുകൾക്ക് വിരുദ്ധമായി അദ്ദേഹം NDA സർക്കാരിനെ കടന്നാക്രമിക്കാൻ തുടങ്ങിയത്. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനെ പ്രതിക്കൂട്ടിൽ നിർത്തിയ അദ്ദേഹം TDP ഭരിക്കുന്ന സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിൽ നിന്നും ഉത്തരങ്ങൾ ആവശ്യപ്പെട്ടു. അപകടത്തിന് ശേഷവും ഒന്നിലധികം തവണ എയർ ഇന്ത്യയുടെ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്നതിന് അടുത്തെത്തിയതിന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. എയർ സേഫ്റ്റിയാണ് ഇന്ത്യ നേരിടുന്ന ഏറ്റവും വലിയ ഉത്കണ്ഠയെന്ന് അദ്ദേഹം പറഞ്ഞു. ഉത്തരവാദിത്തം നിറവേറ്റുന്നതിൽ പരാജയപ്പെട്ട മന്ത്രാലയത്തിന്റെയും വിമാന കമ്പനിയുടെയും വീഴ്ചകൾ മറച്ചുവെക്കാൻ അപകടത്തിനിരയായ വിമാനത്തിന്റെ പൈലറ്റിനെ പഴിചാരാനുള്ള ശ്രമങ്ങളെ അദ്ദേഹം തുറന്നുകാട്ടി. ആദ്യമൊക്കെ NDAയുടെ ഘടകകക്ഷിയെ മാത്രം ഉദ്ദേശിച്ചായിരുന്നു അർണബിന്റെ വിമർശനമെന്ന് ആശ്വസിച്ചവർക്ക് തെറ്റി. ഡിസംബർ ആദ്യവാരമുണ്ടായ ഇൻഡിഗോ വിമാന പ്രതിസന്ധിയെ തുടർന്ന് രാജ്യമെമ്പാടും 100 കണക്കിന് വിമാന സർവീസുകൾ റദ്ദാക്കപ്പെട്ടത് ദിവസങ്ങളോളം അർണബ് ചർച്ചയ്ക്കെടുത്തു. ഈ പ്രതിസന്ധിക്ക് വഴിവെച്ചത് ഇന്ത്യയുടെ വ്യോമയാന മേഖല ഇൻഡിഗോ, എയർ ഇന്ത്യ എന്നീ 2 വിമാന കമ്പനികൾക്ക് തീരെഴുതി കൊടുത്തിട്ടാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. വിമാന കമ്പനികളുടെ സമ്മർദ്ദത്തിന് കേന്ദ്രം വഴങ്ങിയെന്നും യാത്രക്കാരുടെ സുരക്ഷയിൽ വിട്ടുവീഴ്ചകൾ ചെയ്തുവെന്നും കേന്ദ്രം കോർപ്പറേറ്റ് താൽപ്പര്യങ്ങൾക്ക് കീഴടങ്ങിയെന്നും അർണബ് വാദിച്ചു. 1ഉം 2ഉം കുത്തകകൾ മാത്രമുള്ള സാഹചര്യം രാജ്യത്തെ നിർണായകമായ നിരവധി മേഖലകളിലുണ്ടെന്നും അത് സാധാരണക്കാരനെ ദോഷകരമായി ബാധിക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. തെലുങ്ക് ദേശം പാർട്ടി റിപ്പബ്ലിക് TV ബഹിഷ്കരിച്ചു. അർബൻ നക്സലുകൾക്കെതിരെ ചന്ദ്രഹാസമിളക്കുന്ന സ്വതന്ത്ര കമ്പോള വ്യവസ്ഥിതിയുടെ പ്രചാരകനായ അർണബാണോ ഇത് പറയുന്നതെന്ന് അദ്ദേഹത്തിന്റെ നിശിതമായ വിമർശനങ്ങൾക്കും പരിഹാസത്തിനും പതിവായി ഇരയാവുന്നവർ ചിന്തിച്ചു കാണും. ഗോസ്വാമിയുടെ വിമർശന ശരങ്ങൾ ഏവിയേഷനും കടന്ന് BJPയുടെ കോട്ടകൾ ഭേദിക്കുന്ന കാഴ്ചയാണ് പിന്നെയുള്ള ദിവസങ്ങൾ കണ്ടത്. അർണബിന്റെ കോടതിയിലെ പതിവ് പ്രതികളായ പ്രതിപക്ഷത്തിന് പകരം BJP എത്തി. മധ്യപ്രദേശിൽ നിന്നുള്ള ഒരു BJP MLA മകന്റെ വിവാഹത്തിൽ വെടിക്കെട്ടിന് മാത്രം 70 ലക്ഷം രൂപ ചെലവാക്കിയത് അശ്ലീലമായ പണക്കൊഴുപ്പിന്റെ പ്രദർശനമാണെന്ന് അർണബ് കുറ്റപ്പെടുത്തി. ഡൽഹിയിലെ അന്തരീക്ഷ ഗുണനിലവാര സൂചിക അപകടകരമായ നിലകളിലേക്ക് കൂപ്പുകുത്തിയതായിരുന്നു കേന്ദ്രത്തെ അടിക്കാൻ അർണബിന് കിട്ടിയ അടുത്ത വടി. ഒരു കേന്ദ്ര പദ്ധതിയുടെ പേരുമാറ്റത്തെക്കുറിച്ച് 48 മണിക്കൂർ ചർച്ച ചെയ്ത പാർലമെന്റ് ജനകോടികളെ ബാധിക്കുന്ന ഈ പ്രശ്നത്തിന് 1 മണിക്കൂർ പോലും നീക്കിവെക്കാത്തതിനെ അദ്ദേഹം അതിരൂക്ഷമായി വിമർശിച്ചു. അന്തരീക്ഷ മലിനീകരണത്തിൽ പിടിച്ച് അർണബ് ആരവല്ലി കുന്നുകളുടെ നശീകരണത്തിലെത്തി. ഗുജറാത്ത് മുതൽ രാജസ്ഥാൻ വരെ നീളുന്ന പ്രകൃതിദത്തമായ ഈ തടസ്സമില്ലെങ്കിൽ ഡൽഹി ഒരു മരുഭൂമിയാകുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വിരമിക്കുന്നതിന് 3 ദിവസം മാത്രം മുൻപ് മുൻ ചീഫ് ജസ്റ്റിസ് BR ഗവായി ഈ വിഷയത്തിൽ പുറപ്പെടുവിച്ച ഉത്തരവിനെ അർണബ് ചോദ്യം ചെയ്തു. 100 മീറ്ററിലധികം ഉയരമുള്ള കുന്നുകൾ ആരവല്ലിയുടെ ഭാരമാണെന്ന് പുനർനിർവചിച്ചത് മലനിരകളെ നാമാവശേഷമാക്കാൻ വൻകിട മൈനിങ് കമ്പനികൾക്ക് സഹായകമാവുമെന്ന് ഉറക്കെ പറയാൻ അർണബ് മടിച്ചില്ല. അഴിമതികളിൽ രോഷാകുലമായി താൻ പ്രതികരിച്ചിരുന്ന UPA കാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദ്ര യാദവിന് ഒരു കസേര ഒഴിച്ചിട്ടു. അഭിമുഖത്തിൽ അമിക്കസ് ക്യൂറിയുടെ ശുപാർശ മറികടന്ന് സർക്കാർ പദ്ധതി തലപ്പത്തുള്ള ഒരു കമ്മിറ്റിയുടെ ശുപാർശകൾ അംഗീകരിച്ചത് എന്തിന് എന്ന് ജസ്റ്റിസ് ഗവായിയോട് അർണബ് ചോദിച്ചു. സുപ്രീം കോടതിയല്ല ആരവല്ലി കുന്നുകൾ സൃഷ്ടിച്ചത് എന്ന് പറയാൻ ഗോസ്വാമി മടിച്ചില്ല. ഒരുപക്ഷെ ഒരു മുൻ ചീഫ് ജസ്റ്റിസിനോട് ഒരു അഭിമുഖകാരൻ ഇത്തരത്തിൽ സംസാരിച്ചത് ആദ്യമായിട്ടാവും. ഏതാനും ദിവസങ്ങളായി സാമൂഹിക മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാണ് അർണബിന്റെ ലൈൻ മാറ്റം. ഏറ്റവും സന്തോഷിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികളാണ്. BJP ആശയക്കുഴപ്പത്തിലുമാണ്. ഏത് വിഷയത്തിലും കേന്ദ്രത്തിനും BJPക്കും അനുകൂലമായി നിലപാടെടുത്തിരുന്ന അദ്ദേഹത്തിന്റെ നിലപാട് മാറ്റത്തെ പരസ്യമായി വിമർശിക്കാൻ പാർട്ടി തയ്യാറായിട്ടില്ല. വലതുപക്ഷ ചിന്താഗതിക്കാരായ ലക്ഷക്കണക്കിന് വിദ്യാസമ്പന്നർ ഗോസ്വാമിയുടെ ആരാധകരാണ് എന്നതാണ് കാരണം. ഗോദി മീഡിയയുടെ ഭാഗമെന്ന് പ്രതിപക്ഷം പറയുന്ന മറ്റ് ചാനലുകൾ അർണബിന്റെ വഴി പിന്തുടരണോ പതിവ് പോലെ സർക്കാർ പക്ഷത്ത് ഉറച്ചു നിൽക്കണോ എന്ന ആശയക്കുഴപ്പത്തിലുമാണ്. കാരണം
അർണബിന്റെ എല്ലാ സർക്കാർ വിരുദ്ധ ഡിബേറ്റുകളും വൻ വിജയമാണ്. നിലനിൽപ്പിന് ആവശ്യം വേണ്ടത് പ്രേക്ഷകരാണല്ലോ. 11 വർഷമായി സർക്കാരിന് വേണ്ടി അലറി വിളിച്ച് അർണബിന് മടുത്തു കാണുമെന്ന് ഒരു കൂട്ടർ. തുടക്കത്തിൽ BJPക്കും വലതുപക്ഷത്തിനും വേണ്ടി സംസാരിക്കാൻ അർണബിന്റെ ചാനലുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂവെങ്കിലും ഇപ്പോൾ നിരവധി പേരുണ്ട് ആ രംഗത്ത് മത്സരിക്കാൻ. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ നിന്നും പഴയ പരിഗണന കിട്ടാത്തതാവാം കാരണമെന്ന് ഊഹിക്കുന്നു അദ്ദേഹത്തിന്റെ വിരോധികൾ. റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുതിന്റെ ഇന്റർവ്യൂ ആജ് തക്കിലെ അഞ്ജന ഓം കശ്യപിന് നൽകിയതും 15 കോടി രൂപ ശമ്പളത്തിൽ സുധീർ ചൗധരിയെ ദൂരദർശനിൽ നിയമിച്ചതും ഒന്നും അർണബിന് സഹിക്കാത്തതാണ് മനമാറ്റത്തിന് കാരണമെന്നും പറയുന്നവരുണ്ട്. ദീർഘകാലത്തെ അധികാരം BJPയെ ദുഷിപ്പിച്ചുവെന്ന് തിരിച്ചറിയുന്നതുകൊണ്ടാണ് അദ്ദേഹം പരസ്യ വിമർശനത്തിന് തയ്യാറായതെന്നും വാദമുണ്ട്. അതേസമയം തന്റെ ശരിക്കുള്ള സ്വഭാവത്തിലേക്കുള്ള തിരിച്ചുവരവാണ് ഈ ദിശാമാറ്റത്തിന് പിന്നിലെന്ന് അദ്ദേഹത്തിന്റെ ആരാധകർ പറയുന്നുണ്ട്. സംവിധാനത്തെ വെല്ലുവിളിച്ചും അധികാരികളോട് ഏറ്റുമുട്ടിയും പോകുന്നതാണ് അദ്ദേഹത്തിന് കൂടുതൽ നൈസർഗികമായ രീതി. അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ സിദ്ധികളുടെ വിശ്വരൂപം ദൃശ്യമാവുക. അവർ പറയുന്നുണ്ട് അങ്ങനെ. 2020 ഉദ്ധവ് താക്കറെ സർക്കാർ ജയിലിലടച്ച് പീഡിപ്പിച്ചത് അധികാരി വർഗത്തെ മുഴുവൻ സംശയത്തോടെ വീക്ഷിക്കാൻ അദ്ദേഹത്തിന് പ്രേരകമായെന്നും അതിന്റെ സ്വാഭാവിക പരിണതിയാണ് ഇപ്പോൾ കാണുന്നതെന്നും കരുതുന്നവരുണ്ട്. ഇത്തരം അഭ്യൂഹങ്ങളിലൊന്നും കാര്യമില്ല. അർണബ് മാറിയത് ടെലിവിഷൻ റേറ്റിംഗ് ഉയർത്താൻ വേണ്ടി മാത്രമാണെന്ന് പറയുന്നു ഒരു വിഭാഗം പത്രപ്രവർത്തകരും. അദ്ദേഹം എന്നും പിന്തുടർന്ന ആദർശം TRP ആയിരുന്നു. സർക്കാരിനെ പിന്തുണയ്ക്കുന്നതിൽ ഇനി കാര്യമായ മെച്ചമില്ലെന്ന് സോഷ്യൽ മീഡിയ വിശകലനത്തിൽ ബോധ്യമായിട്ടുണ്ടാവാം. 2017 ആരംഭിച്ച റിപ്പബ്ലിക് TVക്ക് തുടക്കത്തിൽ എതിരാളികളില്ലായിരുന്നെങ്കിൽ ഇപ്പോൾ ന്യൂസ് 18, NDTV, ടൈംസ് നൗ തുടങ്ങിയ ചാനലുകൾ വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. പലപ്പോഴും മറികടക്കുന്നുമുണ്ട്. അതാണ് അർണബ് പെട്ടെന്ന് ട്രാക്ക് മാറ്റിയതിന് കാരണമെന്നും അവർ പറയുന്നു. എപ്പോഴും സർക്കാർ പക്ഷത്ത് നിൽക്കുന്നതിനാൽ ഇടിവ് തട്ടിയ വിശ്വാസ്യത തിരിച്ചു പിടിക്കാനുള്ള നമ്പറാണ് ചുവടുമാറ്റമെന്നും കുറച്ചുകാലം കഴിഞ്ഞ് പഴയ രീതി വീണ്ടെടുക്കുമെന്നും അഭിപ്രായമുള്ളവരുണ്ട്. റിപ്പബ്ലിക് TVയുടെ എഡിറ്ററും മുതലാളിയുമായ അർണബ് ഗോസ്വാമിയെപ്പോലെ ഇന്ത്യൻ വാർത്താമാധ്യമ രംഗത്ത് പടർന്നു പന്തലിച്ച വ്യക്തിത്വങ്ങൾ കുറവായിരിക്കും. വാർത്താ ചാനലിലെ രജനീകാന്ത് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നവരുണ്ട്. താൻ വിശ്വസിക്കുന്ന വിഷയങ്ങളിൽ പക്ഷം ചേരുന്ന ഗോസ്വാമിയുടെ ചർച്ചകളിൽ അദ്ദേഹത്തിന്റെ എതിർഭാഗത്ത് വരുന്നവർ വെള്ളം കുടിക്കുക സ്വാഭാവികം മാത്രം. കുറുക്കിക്കൊള്ളുന്ന ചോദ്യങ്ങൾ കേട്ടിരിക്കണം. പലപ്പോഴും ഉത്തരം പറയാനുള്ള ഇടം പോലും കിട്ടുകയില്ല. അർണബിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം കറുപ്പും വെളുപ്പുമാണ്. അതിനിടയ്ക്ക് യാതൊന്നുമില്ല. ദേശീയതയുടെ പേരിൽ ഏതറ്റം വരെയും പോകുന്ന ഗോസ്വാമിയുടെ ചാനലുകളുടെ തത്വം രാഷ്ട്രം സർവോപരി എന്നതാണ്. അർണബ് തീവ്ര ദേശീയതയുടെയും പൊളിറ്റിക്കൽ ഹിന്ദുത്വയുടെയും വക്താവാണെന്ന് വിമർശകർ ആരോപിക്കുന്നുണ്ട്. അസമിൽ പട്ടാള ഓഫീസറുടെ മകനായി ജനിച്ച അർണബ് ഡൽഹി സർവകലാശാലയിലും ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിച്ചു. കൊൽക്കത്തയിലെ ടെലഗ്രാഫ് പത്രത്തിൽ ജോലി ചെയ്ത അദ്ദേഹം 1998 പ്രണോയ് റോയുടെ NDTV ചാനലിലെത്തി. വിഷയങ്ങൾ പഠിച്ച് പാകതയോടെ അവതരിപ്പിക്കുന്ന ആങ്കർ എന്ന നിലയിൽ അതിവേഗം ശ്രദ്ധേയനായ അർണബ് 2006 ആരംഭിച്ച ടൈംസ് നൗവിന്റെ തലപ്പത്തെത്തിയതോടെ മറ്റൊരാളായി. 1ാം സ്ഥാനത്തിൽ കുറഞ്ഞതൊന്നും സ്വീകാര്യമല്ലാത്ത അദ്ദേഹം പതുക്കെ തന്റെ വഴി തെരഞ്ഞെടുത്തു. എതിരാളികളെ അടിച്ചിരുത്തുന്ന, പാനലിസ്റ്റുകളെ 2 വിഭാഗമായി വേർതിരിച്ച് പോരിനിറക്കുന്ന ഒച്ചപ്പാട് നിറഞ്ഞ രക്തരൂഷിതമായ യുദ്ധം. അർണബ് റഫറിയല്ല, ജയിക്കുന്ന പക്ഷത്തിന്റെ പടനായകനാണ്. ആ രീതി ഹിറ്റായി. മധ്യവർഗത്തിന്റെ ഹൃദയമിടിപ്പ് തൊട്ടറിഞ്ഞ ചർച്ചകളിലൂടെ അദ്ദേഹം അതിവേഗം ഇന്ത്യയിലെ ഏറ്റവും ശ്രദ്ധേയനായ അവതാരകനായി മാറി. 2008 മുംബൈ ഭീകരാക്രമണവും UPA സർക്കാരിന്റെ അഴിമതി പരമ്പരകളും സർക്കാർ സംവിധാനങ്ങളോട് സന്ധിയില്ലാത്ത പോരാട്ടം നടത്തുന്ന രോഷാകുലനായ ചെറുപ്പക്കാരന്റെ പ്രതിച്ഛായ അദ്ദേഹത്തിന് സമ്മാനിച്ചു. എണ്ണമറ്റ അഴിമതി കഥകൾ ചാനൽ പുറത്തു കൊണ്ടുവന്നു. കോമൺവെൽത്ത് ഗെയിംസ് അഴിമതിയും ആദർശ് ഫ്ലാറ്റ് തട്ടിപ്പ് കേസും അതിനുദാഹരണങ്ങളാണ്. അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളെ തുടർന്ന് സ്ഥാനം പോയ പ്രമുഖരുണ്ട്. സുരേഷ് കൽമാഡിയെയും പൃഥ്വിരാജ് ചവാനെയും പോലെ. അഴിമതിക്കാരും തട്ടിപ്പുകാരും അർണബിന്റെ കോടതിയിൽ ഹാജരാകാൻ ഭയന്നു. 2014 നിർണായകമായ പൊതു തെരഞ്ഞെടുപ്പിന് മുൻപ് അർണബിന് നൽകിയ അഭിമുഖം രാഹുൽ ഗാന്ധിയുടെ ഭാഗധേയത്തെ മാറ്റിമറിച്ചു എന്ന് കരുതപ്പെടുന്നു. ആ പ്രതിച്ഛായ ദുരന്തത്തിൽ നിന്നും മറികടക്കാൻ രാഹുലിനേറെ വർഷങ്ങൾ വേണ്ടിവന്നു. അർണബിന്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ അധികാരവും പ്രശസ്തിയും ഒന്നും വിഷയമല്ലായിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനോട് നേരിട്ട് ആൻട്രിക്സ് ദേവാസ് കരാറിലെ അഴിമതിയെക്കുറിച്ച് ചോദിച്ച അർണബ് സച്ചിൻ ടെണ്ടുൽക്കറും നടി രേഖയും പോലുള്ള പ്രശസ്ത വ്യക്തികൾ രാജ്യസഭയിൽ വളരെ കുറച്ച് മാത്രം ഹാജരാവുന്നതിനെ വിമർശിച്ചു. മുംബൈ ഭീകരാക്രമണ കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന നടൻ സഞ്ജയ് ദത്തിന് നൽകിയ പ്രത്യേക സൗകര്യങ്ങളെ അദ്ദേഹം വിമർശിച്ചു. ഷീന ബോറ വധക്കേസിൽ വ്യവസായി പീറ്റർ മുഖർജി ജയിലിലാവുന്നതിന് കാരണമായത് അർണബിന്റെ 2 അഭിമുഖങ്ങളാണ്. CBIയുടെ കുറ്റപത്രത്തിൽ ഈ അഭിമുഖങ്ങൾ പരാമർശിക്കുന്നുമുണ്ട്. 2017 റിപ്പബ്ലിക് TV ആരംഭിക്കുമ്പോൾ അതിന്റെ നിക്ഷേപകരിൽ ഒരാൾ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. പിന്നീട് അദ്ദേഹം രാജീവിന്റെ ഓഹരികൾ തിരിച്ചു വാങ്ങി.
തുടക്കം മുതൽ NDA അനുകൂല ആഖ്യാനങ്ങൾ ചമയ്ക്കുന്നതിൽ മുന്നിൽ നിന്ന ചാനൽ നോട്ട് നിരോധനവും സർജിക്കൽ സ്ട്രൈക്കും മുത്തലാഖ് നിരോധനവും 370 വകുപ്പ് റദ്ദാക്കലും പൗരത്വ നിയമ ഭേദഗതിയും പോലുള്ള എല്ലാ കേന്ദ്ര നടപടികൾക്കും പൂർണ്ണ പിന്തുണ നൽകി. അർബൻ നക്സലുകൾക്കെതിരെ കുരിശുയുദ്ധം നടത്തി. വ്യാജ മതേതരത്വത്തിന്റെ പേരിൽ പ്രതിപക്ഷ കക്ഷികളെ അതിശക്തമായി വിമർശിച്ചു. തന്നോട് മത്സരിക്കുന്ന മറ്റ് മാധ്യമങ്ങളെ പരസ്യമായി ലൂട്ടൻസ് മീഡിയ എന്ന് ആക്ഷേപിച്ചു. സർക്കാർ പക്ഷത്തു നിന്നും പൗരപക്ഷത്തേക്കുള്ള അർണബിന്റെ ചുവടുമാറ്റം താൽക്കാലികമാവാം. എങ്കിലും ശക്തമായ ഒരു വിമത ശബ്ദത്തിന്റെ അഭാവം വ്യക്തമാക്കുന്നു അദ്ദേഹത്തിന്റെ ഡിബേറ്റുകളുടെ വൻ വിജയം. ഒന്നാം മോദി സർക്കാരിനെതിരെ ഉയർന്ന ഏറ്റവും വലിയ അഴിമതി ആരോപണം അന്നത്തെ വിദേശമന്ത്രി സുഷമ സ്വരാജിനെതിരെ അർണബ് ഗോസ്വാമി ഉയർത്തിയതാണെന്ന കാര്യം മറക്കാനാവില്ല.